വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനും ബിജെപിക്കും എതിരായി ദേശീയ തലത്തിൽ പുതിയ സഖ്യം ഉണ്ടാക്കുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. ഫെബ്രുവരിയോടെ സഖ്യം നിലവിൽ വരും. നരേന്ദ്രമോദിയെയും ബിജെപിയെയും തോൽപ്പിക്കണമെങ്കിൽ, പരാജയപ്പെടുത്തണമെങ്കിൽ അതിന് കോൺഗ്രസിനെ കഴിയില്ലെന്നും പ്രകാശ് കാരാട്ട് കൊച്ചിയിൽ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് മൂന്നാം ബദൽ യാഥാർത്ഥ്യമാക്കുന്നത്. വർഗീയത ചെറുക്കാനും മതനിരപേക്ഷത ഉറപ്പാക്കാനും മൂന്നാം മുന്നണി അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സ്വപ്നം, മൂന്നാം മുന്നണി എന്ന സ്വപ്നം ഇനി യാഥാർത്ഥ്യമാകുമോ? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഒരു മൂന്നാം മുന്നണിക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഈ വിഷയമാണ് ഇന്ന് പ്രൈം ടൈം പരിശോധിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതോടൊപ്പം തന്നെ ദ പയനീറിന്റെ ദില്ലി ബ്യൂറോ ചീഫ് ഗോപി കൃഷ്ണൻ എന്നിവർ ഈ ചർച്ചയിൽ ടെലിഫോണിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു. അതോടൊപ്പം അനിൽ പള്ളൂർ, ഇടതുപക്ഷ ചിന്തകൻ, അതോടൊപ്പം VN നാസർ, കോൺഗ്രസ് നേതാവ് എന്നിവർ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ഇപ്പോൾ സ്റ്റുഡിയോയിലുമുണ്ട്. പ്രേക്ഷകർക്കും ഇപ്പോൾ മുതൽ വിളിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ദേശീയ തലത്തിൽ കോൺഗ്രസിനും ബിജെപിക്കും എതിരായി ഒരു മൂന്നാം മുന്നണിക്ക് ഇനി ഇപ്പോൾ എത്രത്തോളം സാധ്യതയുണ്ട്, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്? അനിൽ, നിങ്ങളുടെ നേതാവ് CPIM ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്, തെരഞ്ഞെടുപ്പിന് മുൻപ്, അതായത് ഫെബ്രുവരിയോടെ ഇനി ഒരൊറ്റൊരു മാസം, ഈ ഒരു മാസത്തിനുള്ളിൽ ദേശീയ തലത്തിൽ മൂന്നാം ബദൽ ഞങ്ങൾ ഉണ്ടാക്കും. അത് എത്രത്തോളം പ്രായോഗികമാണ്? സുരേഷിന്റെ ചോദ്യത്തില് ആദ്യം ഈ കുറഞ്ഞ കാലയളവ് വെച്ചുള്ള ഒരു സംസാരമുണ്ട്. അതായത് ഇത് ഫെബ്രുവരിയോട് കൂടി എങ്ങനെ പ്രാവർത്തികമാകുമെന്നുള്ള ഇത് ഇന്ന് പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവനയോടുകൂടി തുടങ്ങിയ ഒരു ആശയമല്ല. സത്യത്തിൽ ഇന്ത്യൻ ജനത കാത്തിരിക്കുന്ന ഒരു മൂന്നാം ബദൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് വിശിഷ്യ CPMന്റെ പാർട്ടി കോൺഗ്രസ് എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാട് ഇടതു മുന്നണി, അതായത് മൂന്നാം മുന്നണി എന്ന പരീക്ഷണം ഇലക്ഷന് ശേഷം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുവിധ കക്ഷികളിൽ, അതായത് NDAയിലും UPAയിലും ഇടപെടാത്ത മറ്റ് കക്ഷികളെ ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നണി എന്ന ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ അജണ്ടയോടുകൂടി ഒരു മൂന്നാം ബദൽ കെട്ടിപ്പടുക്കണമെന്ന് CPMന്റെ 20ാം പാർട്ടി കോൺഗ്രസ് തീരുമാനം. അതിന്റെ തുടർച്ചയായി ഈ കഴിഞ്ഞ ഒക്ടോബർ 30-ാം തീയതി ഇടത് സോഷ്യലിസ്റ്റ് സഖ്യങ്ങളുടെ ഒരു 14 കക്ഷികൾ ചേർന്നുകൊണ്ടുള്ള ഒരു സമ്മേളനം ഡൽഹിയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഈ ഡൽഹിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ചുരുങ്ങിയത് ഇതിൽ കൃത്യമായി പോയിന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, 4 സംസ്ഥാനത്തിലെ ഭരണകക്ഷിയിൽപ്പെട്ട നേതാക്കന്മാരും ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളും ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതായത് 9 സ്റ്റേറ്റുകളിൽ നിർണായക സ്വാധീനമുള്ള, 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ നിൽക്കുന്ന നിർണായക സ്വാധീനമുള്ള കക്ഷികൾ ചേർന്നുകൊണ്ട് ഒക്ടോബർ 30-ാം തീയതി ചേർന്ന മത തീവ്രവാദത്തിനെതിരായും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും അതുപോലെ തന്നെ വിലക്കയറ്റം ചെറുക്കാനുമുള്ള കോൺഗ്രസിന്റെ നയപരിപാടികളുടെ ഭാഗമായി ഇന്ത്യയിലുണ്ടായ അമിതമായ വിലക്കയറ്റത്തിനെതിരെയും ഒരു മൂന്നാം ബദൽ കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു ആശയത്തിന്റെ അടുത്ത ഘട്ടം എന്ന് മാത്രമേ ഈ ഫെബ്രുവരിയിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള മൂന്നാം ബദലിനെ നോക്കിക്കാണേണ്ടത്. ഈ മൂന്നാം മുന്നണിയുടെ മൂന്നാം മുന്നണിയാണെങ്കിലും മൂന്നാം ബദലാണെങ്കിലും അത് കോൺഗ്രസിനും ബിജെപിക്കും എതിരെ എന്ന് CPIMും ഇടതു കക്ഷികളും കുറെ നാളുകളായിട്ട് പറയുന്ന ഒരു വാക്കാണ് മൂന്നാം ബദലും മൂന്നാം മുന്നണിയും. ഇതൊന്നും ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുൻപ് അങ്ങനെ ഒരു നീക്കമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതിന് എത്രത്തോളം സാധ്യത കോൺഗ്രസ് കാണുന്നു? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളിൽ ചില പടക്കങ്ങൾ എറിഞ്ഞ് ആളുകളെ ചിരിപ്പിക്കും. ആ ചിരിയുടെ ആദ്യത്തെ പ്രഖ്യാപനമാണ് പ്രകാശ് കാരാട്ടിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനു മുമ്പും നമുക്കറിയാം, ജവഹർലാൽ നെഹ്റുവിന്റെ കാലം തൊട്ടിങ്ങോട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേതൃത്വം നൽകാൻ ഓരോ സംസ്ഥാനങ്ങളിലെ സഖ്യകക്ഷികളെ കൂട്ടിക്കൊണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. നമുക്കറിയാം, വാജ്പേയിയുടെ കാലത്താണ് അന്ന് മൂന്നാം മുന്നണി എന്ന പേരിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ ഒരു ചെയർമാനാക്കിക്കൊണ്ട് ഒരു മൂന്നാം മുന്നണി പറഞ്ഞു. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം അതുവരെ ഒന്നായി നിന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ചന്ദ്രബാബു നായിഡുവിന്റെ മുന്നണിയും എല്ലാം ഒന്നിച്ചു നിൽക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷം ചന്ദ്രബാബു നായിഡു പറഞ്ഞു, ഞാൻ വാജ്പേയിയെ പിന്താങ്ങുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായി.
അപ്പൊ അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ ശക്തമായ ഒരു മുന്നണി ഉണ്ടാക്കുന്നു പറയുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ഡയലിലൂടെ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നേരത്തെ ലോക്സഭാംഗമായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഇടത് സ്വതന്ത്രനായി മത്സരിച്ച വ്യക്തി. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഒരു തേർഡ് ഫ്രണ്ട് എന്ന് പറയുന്നതിന് എത്രത്തോളം സാധ്യതയുണ്ട് ശ്രീ സെബാസ്റ്റ്യൻ പോൾ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു മുന്നണി യാഥാർത്ഥ്യമാകുമോ? 2014 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അത്തരം ഒരു സഖ്യത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഒരു കാര്യം അഭിപ്രായ വ്യത്യാസം ഇന്ന് വളരെ കുറവാണ്. എന്തെന്നാൽ BJP അലയൻസിനോ കോൺഗ്രസ് അലയൻസിനോ ഭരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഭരണത്തിനാവശ്യമായ സംഖ്യയുടെ അടുത്തുപോലും എത്തുന്നതിനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ മറ്റൊരു ബദൽ ഇപ്പോൾ സാധ്യമാണ് എന്ന് ഉറപ്പായിരിക്കുന്ന ബദൽ, അതിന്റെ സാധ്യതകൾ ആരായുന്നതിന് മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനുണ്ട്, പ്രത്യേകിച്ച് CPIM-നുണ്ട്. ആ രീതിയിൽ അടിസ്ഥാനത്തിലുള്ള വേണം നമ്മൾ പ്രകാശ് കാരാട്ടിന്റെ ഈ പ്രസ്താവനയെ കാണേണ്ടത്. ഒരു കാര്യം, പക്ഷേ പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവനയെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ തന്നെ മുൻപ് തേർഡ് ഫ്രണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിലേക്ക് വരാൻ തയ്യാറായിരുന്ന ചന്ദ്രബാബു നായിഡു അടക്കമുള്ള പലരും ഇന്ന് തേർഡ് ഫ്രണ്ടിലില്ല. ചന്ദ്രബാബു നായിഡു പൊതുവേദി പങ്കിടുന്നത് നരേന്ദ്രമോദിക്കൊപ്പമാണ്. പിന്നെ എങ്ങനെ തേർഡ് ഫ്രണ്ട്? പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലും ശക്തമായ സഖ്യത്തിനുള്ള സാധ്യത നിലവിലുണ്ട്. ഒഡീഷ, നവീൻ പട്നായിക്ക്, അങ്ങനെ നിരവധി പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മാത്രമേ ആ സഖ്യ സാധ്യതയുടെ പ്രയോജനം എത്രമാത്രം ശക്തമായിരിക്കും എന്ന് പറയാൻ കഴിയുള്ളൂ. എങ്കിലും BJP ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളും ഗുജറാത്തും ഒഴിവായാൽ അതിന് ചുറ്റുമുള്ള വിശാലമായ ഒരു ഭൂപ്രദേശമുണ്ട്, സംസ്ഥാനങ്ങളുണ്ട്. അവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു പ്രാദേശിക കക്ഷിക്ക് ആധിപത്യമുണ്ട്, ശക്തിയുണ്ട്. ആ ശക്തികൾ ഒരുമിച്ച് കൂടിയാൽ BJPക്കും കോൺഗ്രസിനും എതിരായ ഒരു ബദൽ അതിശക്തമായി രൂപപ്പെടും. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ട് അന്വേഷിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദയവായി തുടരുക. ഇതാണ് VN സർ. അതായത് ഒരു മൂന്നാം ബദലിനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. കാരണം കോൺഗ്രസ് ദുർബലമാകുന്നു എന്ന് ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു വികാരം. BJP ഒറ്റക്കക്ഷിയാകാനുള്ള സാധ്യത, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അധികാരത്തിലെത്താനുള്ള സാധ്യത ഇല്ല എന്നുള്ള തോന്നൽ. ഇവിടെയാണ് പ്രാദേശിക കക്ഷികളുടെ സാധ്യത ലെഫ്റ്റ് പാർട്ടീസ്, ഇടത് സഖ്യം പരിശോധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിനൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സെബാസ്റ്റ്യൻ പോളും പറയുന്നത്. നമ്മൾ ചരിത്രത്തെ വിസ്മരിക്കരുത്. കാരണം ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഈ ഓരോ സംസ്ഥാനങ്ങളുടെ സ്ഥിതിയും കണക്കുകളും എടുത്തു കഴിഞ്ഞാൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി ആലോചിക്കണം. പണ്ട് പശ്ചിമ ബംഗാൾ ഉണ്ടായിരുന്നു. ഇന്ന് പശ്ചിമ ബംഗാളിൽ 42ഓളം വരുന്ന സീറ്റിൽ 4 സീറ്റ് പോലും നേടിയെടുക്കാൻ കഴിയാത്ത പരുവത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ചെന്നെത്തിയിരിക്കുന്നു. അപ്പൊ എവിടെയാണ് ഒരു ബദലിന് വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംസാരിക്കാൻ കഴിയുക? നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? കേരളത്തിന്റെ സ്ഥിതി, കേരളത്തിൽ എന്താ? ഓരോ സ്ഥലത്തും കാസർഗോഡ് അടിയാണ്, കോഴിക്കോട് അടിയാണ്. കേരളത്തിലെ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ അയാളെ കാണാൻ വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി പോവില്ല. ഇന്ന് പുറത്താക്കി കഴിഞ്ഞ വ്യക്തിയെ വീണ്ടും പാർട്ടിയിൽ പിടിച്ചു നിർത്തുന്നു. അവിടെയെല്ലാം നടക്കുന്നത് അഭിവ്യക്തമായ, പ്രത്യേകിച്ച് പരസ്പരമുള്ള കാലുഷ്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ പോലും കഴിയാതെ നിസ്സഹായ അവസ്ഥയിലാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഇതാണ് അനില്. കാരണം ഇത് കേരളത്തിന്റെ സാഹചര്യത്തിൽ നിന്നും അതിലേക്ക് വരാം. അതിനു മുൻപ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളും എടുക്കുമ്പോൾ, കേരളത്തെ മൊത്തമായും എടുക്കുമ്പോൾ ഇത്രയും ദുർബലമായി പല 2-3 സംസ്ഥാനങ്ങളിൽ, പശ്ചിമ ബംഗാളിൽ ദുർബലമാകുന്നു, പിന്നെ ഉള്ളത് ത്രിപുരയും കേരളവുമാണ്. ഇങ്ങനെ ദുർബലമായി നിലകൊള്ളുന്ന ഒരു പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഒരു മുന്നണിക്ക് നേതൃത്വം നൽകാൻ എത്രത്തോളം കഴിയുന്നത്? ഇത് CPM-ന്റെ കേരളത്തിലെ സ്ഥിതിവിശേഷങ്ങൾ, അല്ലെ കേരളത്തിലെ സീറ്റ്, അതെല്ലാം ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാം. പിന്നെ രണ്ടാമത് ചർച്ച ചെയ്യാം. അതിന് മുന്നേ നാസറിന്റെ ദേശീയ നേതൃത്വത്തിലുള്ള ആൾ പോലും ഇത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കില്ല, ഇത്തരം വാദഗതികൾ പറയില്ല. കാരണം ഇന്ത്യ എന്ന 540ഓളം ലോക്സഭാ സീറ്റില് കേരളത്തിൽ 20ഓളം മണ്ഡലങ്ങളാണ്. 20ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് തന്നെ UDF തന്നെ നടത്തിയ സർവേ പ്രകാരം അവർക്ക് ഇപ്പം 4 കിട്ടാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യാം. അതിന്റെ തുടർച്ചയായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. അല്ല, പ്രഖ്യാപിക്കണ്ട. ഇത് അതിന്റെ തുടർച്ചയാണ്. ഇപ്പൊ എല്ലാ എങ്കിൽ ഇപ്പം തിരുവഞ്ചൂരിനെ മാറ്റിയിട്ട് ചെന്നിത്തലനെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവിടെ കേട്ടെ. നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കടന്നു വരാം. ദേശീയ രാഷ്ട്രീയത്തിൽ എവിടെയാണ് കോൺഗ്രസിന്റെ സാധ്യത ഒന്നെന്ന് പറയേണ്ടതുണ്ട്.
ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങൾ കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അതിജീവനത്തിന് വേണ്ടി വെപ്രാളാ. അതിന്റെ ഒരു മുന്നൊരുക്കം ഇന്ന് മാത്രമേ നിങ്ങൾ കാണേണ്ടതുള്ളൂ. ഈ ഇപ്പം ലാസ്റ്റ് മൻമോഹൻ സിംഗിനെ മാറ്റി 1 മാസത്തേക്കോ 2 മാസത്തേക്കോ എങ്ങനെയെങ്കിലും ഒരു പരീക്ഷണം, രാഹുൽ ഗാന്ധിയെ വെച്ചൊരു പരീക്ഷണം നടത്താം എന്ന് വരെ ചിന്തിക്കുന്ന നിലയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അധപ്പതിച്ചിരിക്കുകയാണ്. അധപ്പതിക്കാനുള്ള കാരണം എന്താ? രൂക്ഷമായ വിലക്കയറ്റം ജനങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾ ഈ രൂക്ഷമായ വിലക്കയറ്റം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഇതാണ്. വിഷയങ്ങളിലേക്ക്, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഗോപികൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഗോപികൃഷ്ണൻ, നേരത്തെ സെബാസ്റ്റ്യൻ പോളിനോട് ചോദിച്ച ചോദ്യം താങ്കളോടും ആവർത്തിക്കുന്നു. കാരണം ദില്ലിയിൽ നിന്നും മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മൂന്നാം മുന്നണി യാഥാർത്ഥ്യമാകുമെന്ന്, മൂന്നാം മുന്നണി ഈ അടുത്ത മാസം ഫെബ്രുവരിയിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കൊച്ചിയിൽ പറയുന്നത്. ദില്ലിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്? മൂന്നാം മുന്നണി ഇത്രയും ചെറിയൊരു കാലഘട്ടം, നേരത്തെ അനിൽ പള്ളൂർ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയ കാലഘട്ടം എന്ന് പറയേണ്ട നേരത്തെ തന്നെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് മുൻപ് അടുത്ത മാസം ഒരു മൂന്നാം മുന്നണി നമുക്ക് മുന്നിൽ ഉണ്ടാകാനുള്ള സാധ്യത, പ്രസക്തി എത്രത്തോളമുണ്ട്? മൂന്നാമത്തെ മുന്നണി CPM-ന്റെ നേതൃത്വത്തിൽ വരും എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരൊക്കെയാണ് വരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയുമായിട്ട് CPM-ന് ഇപ്പോൾ സഖ്യം ഉണ്ടാക്കാൻ പറ്റുന്നത്? കാര്യം കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് ആം ആദ്മി പാർട്ടി. അതുകൂടാതെ ഇപ്പോൾ CPM-ന്റെ ഇപ്പോഴത്തെ മിത്രങ്ങൾ ആരൊക്കെയാണ്? ഒന്ന്, ജയലളിതയുമായിട്ട് അവർ പിണങ്ങിപ്പോയെങ്കിലും വീണ്ടും അത് അവർ ജയലളിതയുമായി ചേർന്നിട്ടുണ്ട്. പിന്നീട് ഒറീസയിൽ ബിജു പട്നായിക്കുമായിട്ടാണ് ഇപ്പോൾ അവർക്കുള്ള, ജയലളിതയും ബിജു പട്നായിക്കുമല്ലാതെ വേറൊരു കക്ഷികൾ ആരും അവരുടെ കൂടെയില്ല. അപ്പൊ ജയലളിതയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ പറയുവാൻ പറ്റുകയുള്ളൂ. CPM-ന് ആകെ ലഭിക്കുന്നത് 1-2 സീറ്റാണ്. പിന്നീട് വരുന്നത് ഒറീസയിൽ കിട്ടുന്ന 2 സീറ്റോ 1 സീറ്റോ ബിജു ജനതാദളിൽ നിന്ന് കിട്ടിയേക്കാം. പിന്നെ ആന്ധ്രയിൽ അവരുടെ സ്ഥിരമായിട്ടുള്ള സഖ്യകക്ഷിയായിരുന്ന നായിഡു BJP-യോടൊപ്പം പോകാൻ തയ്യാറായി കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് മൂന്നാം മുന്നണി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടാവുന്നത്? ചർച്ചകളുടെ ഭാഗമായി മുലായം സിംഗുമായിട്ട് നമ്മൾ ഇത് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ഒക്ടോബറിൽ 14 പാർട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ലെഫ്റ്റ് യോഗമാണ്. കാരണം ജനതാദൾ JDU, അതോടൊപ്പം തന്നെ അണ്ണാ DMK വേണമെങ്കിൽ ലെഫ്റ്റ് മൂന്നാം മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ബദൽ സഖ്യത്തിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡു ഉണ്ടാവില്ല, TDP ഉണ്ടാവില്ല, പക്ഷെ TRS ഒരുപക്ഷെ വന്നുകൂടെ? ഇങ്ങനെയുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കേണ്ടതല്ലേ ഗോപീഷ്ണൻ? CPM-നുമായിട്ട് സഖ്യത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ഇവരെല്ലാം അതാത് സ്ഥലങ്ങളിലെ ശക്തരായ നേതാക്കളാണ്. അവരവർക്ക് അവരവരുടെ മാക്സിമം ശക്തി തെരഞ്ഞെടുപ്പിൽ വന്നതിന് ശേഷം മാത്രമേ അവർ ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയുള്ളൂ. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ അണ്ണാ DMK ജയലളിതയ്ക്കാണ് ഭൂരിപക്ഷമെങ്കിൽ ജയലളിതയോടൊപ്പം പോകാം, കരുണാനിധിക്കാണ് ഭൂരിപക്ഷമെങ്കിൽ കരുണാനിധിയോടൊപ്പം. നിങ്ങൾക്ക് ഇതിൽ ആരെ എടുക്കണം എന്നുള്ളൊരു സംശയം വരും. ആന്ധ്രയിലാണെങ്കിൽ ജഗന്റെ പാർട്ടിക്കാണോ TRS-നാണോ അല്ലെങ്കിൽ TDP-ക്കാണോ? അപ്പം ഇത് ഇലക്ഷന് ശേഷം മാത്രമേ കൃത്യമായ ഒരു രൂപം വരികയുള്ളൂ. ഇതിന് ഈ സഖ്യത്തിലൊന്നും ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും വലിയ പാർട്ടി? ആ ഇപ്പൊ വലിയ പാർട്ടിയായിട്ട് ഇന്ന് BJP-ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത പറയുന്നത്. പക്ഷെ BJP-ക്ക് 150-ന് മുകളിലൊക്കെ ലഭിക്കുകയാണെങ്കിൽ CPM ഒഴികെയുള്ള എല്ലാ മുന്നണി കക്ഷികളും BJP-യോടൊപ്പം, ഒരുപക്ഷെ സമാജ്വാദി പാർട്ടി വരില്ലായിരിക്കാം. ഒരു കാര്യം കൂടെ ഗോപികൃഷ്ണൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പശ്ചിമ ബംഗാള് ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിന് വരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു CPIM. പക്ഷെ ജയലളിത, മായാവതി ഇങ്ങനെയുള്ളവരുടെയൊക്കെ സാധ്യത അതും പരിശോധിക്കില്ല ഇടതുപക്ഷം? അല്ല, തൃണമൂൽ കോൺഗ്രസിൽ നമുക്ക് ഒരിക്കലും CPM-ആയിട്ട് അവരൊരിക്കലും ചേരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് CPM-ന്റെ വർഗ ശത്രു തന്നെയാണ്. പക്ഷെ ഇവർക്ക് ജയലളിതയൊക്കെ CPM-മായി ബന്ധപ്പെട്ട് അവർ ഇതിന് CPM-ന് എത്രത്തോളം സീറ്റ് കിട്ടും? കേരളത്തിലായിരിക്കും CPM-ന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യത. CPM-ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടും. ബംഗാളിനേക്കാൾ കൂടുതൽ സീറ്റ് ചിലപ്പോൾ കേരളത്തിലായിരിക്കും കിട്ടാൻ സാധ്യത. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എത്രത്തോളം സീറ്റ് CPM-ന് കിട്ടും?
ദയവായി തുടരുക ഗോപികൃഷ്ണൻ. ഇതാണ് അനിൽ പ്രശ്നങ്ങൾ. ഗോപികൃഷ്ണൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സഖ്യം അത് പൂർണ്ണമായും ശക്തിയുള്ളതാകില്ല. ഒരു അയഞ്ഞ സഖ്യം എങ്ങോട്ട് വേണമെങ്കിലും ചാഞ്ചാടാകുന്ന ഒരു നിലപാടുമായിട്ടായിരിക്കും പല കക്ഷികളും നിലകൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സഖ്യത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളത്. തെരഞ്ഞെടുപ്പിന് മുന്നുള്ള സഖ്യം എന്ന് പറഞ്ഞാൽ ഇത് ഗോപീഷ്ണൻ പറഞ്ഞാൽ ഗോപീഷ്ണൻ പരാമർശിക്കാത്ത സംസ്ഥാനങ്ങളും കൂടുതലുണ്ട്. ഇതിൽ ഇപ്പം UP-യിൽ 80ഓളം സീറ്റുകളുണ്ട്. UP-യിലാണെങ്കിൽ മുലായം സിംഗ് ഈ അവസാനം നടന്ന 14 പാർട്ടികളുടെ യോഗത്തിൽ പങ്കെടുത്ത കക്ഷിയാണ്. ഒക്ടോബറിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത കക്ഷി. അപ്പം ഇതിലുള്ള സാധ്യതകൾ എന്താണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് മൂന്നാം മുന്നണി എന്ന പ്രയോഗത്തിന് മൂന്നാം ബദൽ എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. ഈ പറയുന്ന ആൾക്കാരെല്ലാം തന്നെ നിർണായക ശക്തിയാണ്. അതായത് ഇപ്പൊ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, കേവല ഭൂരിപക്ഷം ഒരു ഒറ്റക്ക് മേടിക്കാൻ NDAക്ക് സാധ്യമല്ല. അപ്പം ആ സീറ്റ് കഴിഞ്ഞാൽ പിന്നെ 2 അക്കം കടക്കുവോ കോൺഗ്രസ്. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന ഇലക്ഷന്റെ ഒരു പ്രത്യേകത കോൺഗ്രസിന് BJPയും ഈ പറയുന്ന പ്രാദേശിക കക്ഷികളും ഈ CPM അടക്കമുള്ള ഈ കക്ഷികളും തമ്മിലാണ് യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത്. കോൺഗ്രസ് ഇപ്പൊ ചിത്രത്തിലേ ഇല്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ 150 വരെ സീറ്റ് കോൺഗ്രസ് ചിത്രത്തിലില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കോൺഗ്രസ് ചിത്രത്തിലില്ല. ഇപ്പോ ഇത് പറയാൻ കാരണം അവസാനമായി നടന്ന 4 സംസ്ഥാന തെരഞ്ഞെടുപ്പുകളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൊണ്ടാണ്. അതിന്റെ 3 മാസം മുമ്പ് ഇന്ത്യയിലല്ലേ തെരഞ്ഞെടുപ്പ് നടന്നത്? കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ അധികാരത്തിൽ. പക്ഷെ കർണാടകത്തിൽ വീണ്ടും രാഷ്ട്രീയം മാറി. യെദ്യൂരപ്പ വീണ്ടും BJPയിൽ തിരിച്ചെത്തി. അതേ സംഭവിക്കട്ടെ. പക്ഷേ തീർച്ചയായും കോൺഗ്രസിന്റെ ഒരു മതേതര ചിന്താഗതിയുള്ള ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസിനെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിലും അതിന്റേതായ പ്രാധാന്യത്തോടെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് ഞങ്ങൾ. ഒരു കോളർ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ, പേര് പറയൂ. മനോജ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു മൂന്നാം ബദൽ എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വരുമെന്നുള്ളതാണ് CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന്റെ സ്വപ്നം. എങ്ങനെ കാണുന്നു താങ്കൾ? ആർക്കും എന്തോ സ്വപ്നം കാണാമല്ലോ. സ്വപ്നം കാണുന്നത് നടപ്പാണെന്ന് യാതൊരു നിർബന്ധമില്ല. ഉണ്ടോ? സ്വപ്നം കാണുന്നതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടാറ്. കാരാട്ടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകില്ല എന്നാണോ മനോജ് പറയുന്നത്? ഇല്ല, യാഥാർത്ഥ്യമാകാനുള്ള ഒരു സാധ്യതയില്ല. ആരെ വെച്ചിട്ടാണ് ഇവര് മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത്? കൂടെ നിൽക്കാൻ ആൾക്കാർ വേണ്ടേ? ഇപ്പൊ ഈ 10 സീറ്റെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഒരു കക്ഷി കൂടെ വേണ്ടേ? ജയലളിത എന്തായാലും കൂടെ പോകത്തില്ല. ചന്ദ്രബാബു നായിഡു പോകത്തില്ല. മുലായം സിംഗ് യാദവ് പോയെന്ന് പറയാം. പക്ഷെ അതിന് ഇവര് പ്രധാനമന്ത്രിയാക്കേണ്ട സിംഗ് യാദവിന്. അപ്പൊ അങ്ങനെ അതായത് 14 പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളുണ്ടാവും അതിനകത്ത്. അത് കാരണം ഇത് ഒരിക്കലും സംഭവിക്കാൻ പോകില്ല. ഓക്കെ മനോജ്, വിളിച്ച് അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇതാണ് അനിൽ മറ്റൊരു പ്രശ്നം. എന്തായാലും നമ്മൾ വസ്തുനിഷ്ഠമായി ആലോചിച്ചു കഴിഞ്ഞാൽ മുലായം സിംഗ് യാദവിന്റെ മനസ്സിലെ സ്വപ്നം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. നിതീഷ് കുമാർ വരികയാണെങ്കിൽ നിതീഷ് കുമാറിന്റെ സ്വപ്നം അറിയാം. അതോടൊപ്പം ഇനിയിപ്പോ എല്ലാം മറന്ന് മഹാരാഷ്ട്രയിലെ തമ്മിൽ തല്ലും കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് NCP വരികയാണെങ്കിൽ ശരത് പവാറിന് പ്രധാനമന്ത്രിയാകണം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാകില്ലേ കാര്യങ്ങൾ പോവുക? ഇതിൽ ആ സാധ്യതകളെ വേറൊരു തലത്തിലും കൂടി നിങ്ങൾ കാണേണ്ടതില്ല. അത് ആ തലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്നാം ബദലിന്റെ കീഴിലല്ല, മറിച്ചാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കക്ഷികളെ ചേർത്തുകൊണ്ടുള്ള ഒരു അധികാര കേന്ദ്രം, അതായത് 2 അക്കത്തിൽ താഴെയുള്ള സീറ്റ് കോൺഗ്രസ് വാങ്ങിക്കുകയാണ്. ബാക്കിയുള്ള കക്ഷികൾക്കെല്ലാം ഏകദേശം ഒരു 25-30 സീറ്റിനടുത്തുണ്ടെങ്കിൽ ഇതേ വിലപേശൽ അവിടെയും നടക്കും. അത് തീർച്ചയായ കാര്യമാണ്. കാരണം വെച്ചാൽ മൂന്നാം ബദൽ അല്ല എങ്കിൽ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് അധികാരത്തിൽ കയറാൻ ഇവരെ എല്ലാം താലോലിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ CPM ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബദൽ സൃഷ്ടിക്കുക, കൃത്യമായ നയത്തിന്റെയും നയപരിപാടികളുടെയും അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുക. ആ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സമയത്ത് ഇത് ആദ്യം പ്രകാശ് കാരാട്ട് എന്ന് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. പ്രധാനമന്ത്രിയെ ആദ്യം പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി, ഉയർത്തിക്കാട്ടുന്ന ഒരു പരിപാടിയില്ല. ഓരോ പ്രദേശങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളും ഓരോ നേതാക്കന്മാർ അതിന് നേതൃത്വം കൊടുക്കും. അത് ഉദ്ദേശിക്കുന്നത് എവിടെയും സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അല്ല, പക്ഷേ അതിൽ നാസർ സംഭവിക്കുന്നത് കോൺഗ്രസ് തീർച്ചയായും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടിയാകും പ്രചാരണം നടത്തുക. അതോടൊപ്പം തന്നെ ഇപ്പുറത്താണെങ്കിൽ NDAയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വളരെ പ്രത്യക്ഷമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി. അപ്പോൾ ഒരു മുഖമില്ലാത്ത ഒരു സഖ്യം എങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയും, ശക്തമാകാൻ കഴിയും? അതിനു മുമ്പ്
ആരാന്റെ വയലിലെ വിളവ് കണ്ടിട്ട് വീട്ടിൽ വെള്ളം തിളപ്പിക്കുന്ന ഏർപ്പാടാണ് മാർക്സ് പാർട്ടി നടത്തുന്നത്. ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളാണ് പ്രധാനമായിട്ടും. ഒന്ന് മതേതരത്വത്തെ സംരക്ഷിക്കുന്ന ഒരു മുന്നണി, അതിനെതിരെ ഗുജറാത്തിലെ 2000-ഓളം പാവപ്പെട്ടവരെ ചുട്ടുകൊന്ന ഒരു നരാധമന്റെ നേതൃത്വത്തിലുള്ള മുന്നണി. ആ മുന്നണികൾ തമ്മിൽ നടത്തുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഇന്ത്യയിൽ മതേതരത്വം നിലനിർത്തണം, പാർട്ടി നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ മതേതരത്വ മുന്നണിയെ മുന്നണിയൊക്കെ ഒരിക്കൽ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്, UPI പിന്തുണച്ചിട്ടുണ്ട്, CPIM. അതിന്റെ തിക്തഫലവും കൊണ്ട് ഓടിയ വഴിയിൽ പുല്ല് മുളച്ചിട്ടില്ല. അതിനൊരു കാര്യമുണ്ട്. 1984 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJPയെ 1989 87 സീറ്റുള്ള പാർട്ടിയാക്കി മാറ്റിയത് VP സിംഗ് അധികാരത്തിൽ കൊണ്ടുവരാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ, അത് മറക്കരുത്. ഞാൻ വരാം, ആനിലേക്ക് വരാം. ഒരു കോളർ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ ഹലോ. ഓക്കെ, ഏതായാലും അദ്ദേഹത്തിന്റെ കോൾ കട്ടായി പോയി. ഇതാണ് അനിൽ പറയുന്നത്. കാരണം മതേതരത്വത്തെ സംരക്ഷിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ ഇടതുപക്ഷം ഒരു കാര്യം ചെയ്യൂ, ഇടതുപക്ഷം നേരെ കോൺഗ്രസിന് പിന്തുണയ്ക്കൂ. കോൺഗ്രസിന്റെ മതേതരത്വ മുഖമെല്ലാം ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് കണ്ടതാണ്. അത് ഒരു പള്ളി സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു അധികാര കേന്ദ്രമായിരുന്നില്ലേ അത്? അതിനപ്പുറം എന്നല്ല നരേന്ദ്രമോദി ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസും ചെയ്തതല്ല ഇതെല്ലാം തന്നെ. അതിനുള്ള ഒത്താശ തന്നെ ചെയ്തത്. ഇപ്പൊ കോൺഗ്രസിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത്ര 2 ലക്ഷത്തോളം ഇത്രക്കാരും ആളെ കൊന്നൊരു കഥ പറഞ്ഞു നരേന്ദ്രമോദിന്റെ കാലത്ത്. ഇവിടെ സിഖുകാരെ കൂട്ടക്കൊല ചെയ്താരാ? കോൺഗ്രസ്സുകാരാണ്. അപ്പൊ കോൺഗ്രസ് വളരെ ശുദ്ധഗതിയുള്ള നിങ്ങൾ ഒരു മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ട് വന്നിട്ടുണ്ട്. കൃത്യമായി ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കേണ്ട. ഞാൻ പറയും, നിങ്ങൾക്കും പറയാനുള്ള അവസരം ഉണ്ടല്ലോ, അന്നേരം പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് ഇവിടെ കോൺഗ്രസ് ഏത് കാലത്ത് ഈ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിന്റെ മതേതരത്വ മുഖം ഒന്നുകൊണ്ട് മാത്രം കോൺഗ്രസ് കുറച്ചെങ്കിലും പിടിച്ചെന്നത് ഞങ്ങൾ അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നമായിട്ട് കിടക്കുന്നത് കോൺഗ്രസ് കാലാകാലം എടുക്കുന്ന നയങ്ങളും പരിപാടികളും മൃദു ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റിലെത്ത മുസഫർ നഗറിലെ കലാപകം, ഈ കലാപബാധിത പ്രദേശത്ത് പോയിട്ട് എന്താ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഉണ്ടായത്? രാഹുൽ ഗാന്ധി അവിടെയും മുതലെടുപ്പ് രാഷ്ട്രീയം നടക്കുന്നത്. അവിടെ ഇരകളെ സംരക്ഷിക്കാനോ ഇരകൾക്ക് വേണ്ടി വാദിക്കാനോ അല്ല, അവിടെ പോയിട്ട് കൃത്യമായ രാഷ്ട്രീയമാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം മാത്രമല്ല, അവിടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അതായത് മുസഫർ നഗറിലെ അഭയാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാട് ഇതൊക്കെ കാണിക്കുന്ന ആരാ? ഇതാണ് ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കോമൺ മിനിമം അജണ്ടയൊക്കെ ഉണ്ടാക്കി ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ വീണ്ടും അങ്ങോട്ട് വരിക? അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രശ്നം. ഇവിടെ സുരേഷ്, അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പറഞ്ഞില്ലേ, ന്യൂനപക്ഷത്തിനെതിരെയുള്ള സംഭവങ്ങൾ പറഞ്ഞു കോൺഗ്രസും BJP തുല്യമാണ്. കഴിഞ്ഞ 32 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച നാടല്ലേ പശ്ചിമ ബംഗാൾ. ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചുള്ള റിവ്യൂ വന്നിട്ടുണ്ട്, പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഏറ്റവും അധികം ഇന്ത്യയിലുള്ള 1000 ഗ്രാമങ്ങൾ ന്യൂനപക്ഷങ്ങൾ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം പോലും കിട്ടാത്ത അടിസ്ഥാനമായ ദാരിദ്ര്യം പിടിച്ച ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നത് പശ്ചിമ ബംഗാളിലാണ്. കാരണം എന്താ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമീപനം അങ്ങനെയാ. അല്ല, അത് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇത്രയും വർഷം തുടർച്ചയായി 10 വർഷം മൻമോഹൻ സിംഗ് മാത്രം ഭരിച്ചു. എന്നിട്ടും ഇതേപോലെയുള്ള ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഉണ്ടായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളും അത് തുടരുകയും ചെയ്യുന്നു. അടുത്ത കോളർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ, പേര് പറയൂ. എന്റെ പേര് പ്രമോദാണ്. കേട്ടില്ല. എന്റെ പേര് പ്രമോദ്, പറയൂ. മൂന്നാം മുന്നണി എന്ന് പറയുന്ന ഒരു സ്വപ്നം വിദൂരമല്ലെന്നാണ് പ്രകാശ് കാരാട്ട് പറയുന്നത്. യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്ന് താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനുള്ള സാധ്യത? മൂന്നാം മുന്നണി വരാൻ പോയില്ലായിരുന്നു. അതൊക്കെ സ്വപ്നമാണ്, പ്രകാശ് കാരാട്ടിന്റെ സ്വപ്നമാണ്. ഓക്കെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത കാണാൻ താങ്കൾക്ക് കഴിയുന്നില്ല? അതൊന്നും കാണാൻ പോകുന്ന സംഗതിയില്ല. അത് പ്രകാശ് കാരാട്ടിന്റെയും അതുപോലെ ഈ നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊക്കെ സ്വപ്നമാറാ. ഓക്കെ, ഏതായാലും വിളിച്ച അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. സെബാസ്റ്റ്യൻ പോൾ വീണ്ടും നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ഇതാണ് സെബാസ്റ്റ്യൻ പോൾ പ്രശ്നം. നേരത്തെ നമ്മൾ ഈ വിഷയം എടുക്കുമ്പോൾ ഒരു കൃത്യമായ ഒരു മുഖം ഇല്ലാത്ത ഒരു നേതൃത്വമായിരിക്കും മൂന്നാം മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പല സംസ്ഥാനങ്ങളിൽ പല നേതാക്കൾ പ്രചാരണത്തിന് ഇറങ്ങുന്നു, നേതൃത്വം നൽകുന്നു. ഇങ്ങനെ വരുമ്പോൾ
CPIM ഇതിന് നേതൃത്വം നൽകുന്നു എന്ന് പറയാൻ എന്ത് അടിസ്ഥാനത്തിൽ കഴിയും? പരമാവധി എത്ര സീറ്റ് CPIM-ന് കിട്ടും? ചിന്തിച്ചു നോക്കൂ. പശ്ചിമ ബംഗാൾ, ത്രിപുര 2 സീറ്റ്, കേരളം ഇനി കാണണം. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വിരലിൽ എണ്ണാവുന്ന ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഒരു സഖ്യത്തിന് നേതൃത്വം നൽകാൻ കഴിയുക? സെബാസ്റ്റ്യൻ പോൾ. അതെ, CPIM സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവില്ല അത്തരമൊരു സഖ്യത്തിന് നേതൃത്വം നൽകുന്നത്. 1996 ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജീവ് ഗാന്ധി ക്ഷണിച്ചത് CPIM-ന് എത്ര MP-മാരുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും CPIM-ന് എത്ര സീറ്റുകളുടെ എണ്ണം കുറയും, ബംഗാളിൽ നിന്ന് ന്യായമായ തോതിലുള്ള സീറ്റുകൾ കിട്ടുന്നതിനുള്ള സാധ്യതയില്ലെന്നൊക്കെ നമുക്കറിയാമെങ്കിലും ദേശീയ തലത്തിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് ഒരു മുന്നണിയാക്കി പ്രവർത്തിപ്പിക്കുന്നതിന് നേതൃത്വപരമായ ഇടപെടൽ, അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഉത്തരവാദിത്വമുള്ളത്, പ്രായോഗിക പരിജ്ഞാനമുള്ളത് CPIM-നാണ്. ഏതായാലും വളരെ സന്തോഷം. ദയവായി 1-2 കാര്യങ്ങൾ കൂടെ താങ്കളോട് ചോദിക്കാനുണ്ട്, അതിലേക്ക് വരാം. അതിനു മുൻപ് ഇതാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. വി. എൻ. നാസർ, വളരെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, വളരെ കൃത്യമായി ആരൊക്കെ കൂടെ നിർത്തണം എന്നറിയാം, എന്തൊക്കെ ആയിരിക്കണം അതിന്റെ പദ്ധതികൾ എന്നറിയാം. അപ്പോൾ തീർച്ചയായും CPIM മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷ നിലപാടെന്ന് പറയുന്നത് BJP-യെ എതിർക്കുന്ന നിലപാടിന് ഒരു ഘട്ടത്തിലെങ്കിലും പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിന് ആലോചിച്ചൂടെ? ഒരു കാര്യം വളരെ വ്യക്തം. ഇപ്പം സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് ജ്യോതി ബാസുവിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അന്ന് നടത്തിയെന്ന്. അന്നും ജ്യോതി ബാസു ആരായിരുന്നു? പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി. ഏതാണ്ട് 75ഓളം സീറ്റുകൾ, അതിനേറെ സീറ്റുകളുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം അന്ന് ശക്തമായിരുന്നു ഇന്ത്യയിൽ. ആ ഇടതുപക്ഷ പ്രസ്ഥാനമല്ലേ ഇന്ന് ദുർബലമായി. ഇന്ന് എല്ലാ രംഗത്തും കേരളത്തിലടക്കം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാണാൻ പോവാ. TP വധക്കേസിന് ശേഷം നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പാ. കാസർഗോഡടി, കണ്ണൂരടി, കോഴിക്കോടടി. കേരളത്തിൽ അത് മാത്രമല്ല, ഓരോ പ്രശ്നങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു, പാർട്ടി സെക്രട്ടറി ഒരു ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സമയത്ത് ശരിക്കും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് TP വധം ഒരു പ്രാദേശിക തലത്തിൽ നടന്ന ഒരു കൊലപാതകത്തിനെ കൊണ്ടുവന്നിട്ട് വലിയൊരു കാര്യം പോലെ അതവിടെ കിട്ടും. പക്ഷെ അത് ഇതെല്ലാം അവിടെ നിന്നോട്ടെ. ഞാൻ പറയുന്നത് ദേശീയ രാഷ്ട്രീയമായിട്ട് സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയിലും കാസർഗോഡ് ഒരു ബ്രാഞ്ച് എന്താ നടക്കുന്നത് എല്ലാവർക്കും അറിയില്ല. കാസർഗോഡ് ബ്രാഞ്ച് കമ്മിറ്റിന്റെ കാര്യം, കൊയിലാണ്ടിയിൽ ഒരു ഏരിയ കമ്മിറ്റിന്റെ കാര്യവും ചർച്ച ചെയ്യേണ്ട ദേശീയ രാഷ്ട്രീയം ചർച്ച കാര്യങ്ങൾ CPM ഇടതുപക്ഷ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യമുണ്ട്. മുദ്രാവാക്യം എന്താ? അത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇല്ല, അതിന്റെ തുടർച്ച ഇപ്പൊ ഈ 9 വർഷം കൊണ്ട് മൻമോഹൻ സിംഗിന്റെ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ട് നടന്ന ഇന്ത്യയിലുള്ള കർഷകരുടെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും ഈ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ ഭാഗമായി ഉണ്ടായ കെടുതികളുണ്ട്. ആ സാധനങ്ങൾ അതാണ് ഇടതുപക്ഷം അതിന്റെ ചരിത്രപരമായ ദൗത്യമാണ് ഇടതുപക്ഷം ഏറ്റെടുക്കുന്നത്. അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. ശരി, കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ കേരളത്തിൽ 2.5 കൊല്ലത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ. ഹലോ, കേൾക്കാമോ? ഹലോ ഹലോ, പറയൂ, പേര് പറയൂ. എന്റെ പേര് പ്രദീപ്. പ്രദീപ് പറയൂ, 3ാം മുന്നണിയുടെ സാധ്യത പ്രദീപ് എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുകയാണ്. ശരി, എനിക്ക് പറയാനുള്ളത് നാസറും അനിലും ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടേണ്ട ഒരു ഇലക്ഷനാണ് ഈ വരാൻ പോകുന്നത്. കാരണം ഇന്ത്യയെ മുഴുവൻ തന്നെ ഗ്രസിക്കുന്ന ഒരു വലിയ ദുർഭൂതം, ഒരു ഫാസിസ്റ്റ് ദുർഭൂതം ഇന്ത്യയിലേക്ക് വരാൻ പോവാണ്. ഇവരിങ്ങനെ അടി കഴിഞ്ഞിട്ട് കൊയിലാണ്ടിയോ കോട്ടയോ എല്ലാം പിന്നെ പറയുന്നതിന് എല്ലാവിധ തെറ്റുകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് നരേന്ദ്രമോദി എന്നുള്ള ദുർഭൂതത്തിനെ മാറ്റിയിട്ടില്ലെങ്കിൽ ഇന്ത്യ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. കോമൺ സെൻസ് ഈ 2 പാർട്ടികൾക്കും ഇല്ലെങ്കിൽ പിന്നെ ഇത്തരം ചർച്ചകളുടെ യാതൊരു ആവശ്യമില്ല. ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയാം. ക്രിസ്ത്യൻ ന്യൂനപക്ഷം വളരെ സമർത്ഥമായിട്ട് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ധാരണ മുസ്ലിം ന്യൂനപക്ഷം നശിച്ചാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇന്ത്യ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഇവർ ഒരുമിച്ച് നിൽക്കേണ്ട അത്യാവശ്യമാണ്. ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വളരെയധികം സന്തോഷം പ്രദീപ് വിളിച്ചതിൽ. വളരെയധികം സന്തോഷം വിളിച്ച് പ്രദീപ് അഭിപ്രായം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രദീപ് ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഒരു ആശങ്ക
ഇതാണ് ഇടതുപക്ഷവും മുന്നോട്ട് വയ്ക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ദുർഭൂതം, ആ ദുർഭൂതത്തെ പേടിക്കേണ്ടതുണ്ട്, BJP-യെയും പേടിക്കേണ്ടതുണ്ട്. നരേന്ദ്രമോദി എന്ന ദുർഭൂതത്തെയും BJP-യെയും എതിർക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതുകൊണ്ടൊരു മൂന്നാം മുന്നണി, മൂന്നാം ബദൽ വേണമെന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ചിന്തയും നിർദ്ദേശവും. ഇടതുപക്ഷം ചിന്തിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള എന്തെങ്കിലും ഒന്നുണ്ടാവണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികൾ തമ്മിലാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രാഹുൽ ഗാന്ധി നയിക്കുന്ന മുന്നണിയും നരേന്ദ്രമോദി എന്ന ദുർബോധവും. അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അതുപോലെ തന്നെ ഇന്ത്യയിലെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ മുന്നണികളോടൊപ്പം കഴിഞ്ഞ പണ്ട് അവർ ചെയ്ത അതേ ഇതിൽ തന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് ഞാൻ ചർച്ചയിലേക്ക് പറയാം. ചെറിയൊരു ഇടവേള അനിവാര്യമാണ്. ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരാം. ചെറിയൊരു ഇടവേള, വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പെട്ടെന്ന് തന്നെ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഇടവേളയിലേക്ക്.